ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിൽ ഫേമസ് ഡിഷായ ഭട്ടൂരയാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇതെന്ന് വെച്ചാൽ ഏത് നേരം വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ കടലക്കറിയുടെ ഉള്ളിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇത് നല്ല പൊള്ളി വരുന്ന ഭട്ടൂര പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഇത് വീട്ടിലും തയ്യാറാക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനി നമ്മുടെ ഭട്ടൂര തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഭട്ടൂര തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് മൈദയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. കാൽ കപ്പ് റവ, ഒരു 4 ടേബിൾ സ്പൂൺ റവ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 നുള്ളു സോഡാപ്പൊടി, അതായത് 2 പിഞ്ച്, 1/2 ടീസ്പൂൺ ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ഇടുക. ഇനി ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലിട്ട് 1/4 കപ്പ് തൈര്, ചെറുതായിട്ടൊന്ന് ഉടച്ച തൈരാട്ടോ, 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാണ്ട് 1 കപ്പ് വെള്ളം നമ്മൾ സെയിം കപ്പിന് എടുത്തിട്ടുണ്ട്, കുറച്ച് ഒഴിക്കാം. ആദ്യം ഇങ്ങനെ സ്പൂണിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേണ്ട, പൊടി ഇട്ടല്ല ഞാനിത് പരത്തിയെടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസിലാണ് കുഴച്ചെടുക്കുന്നത്. കുറച്ച് ലൂസിൽ കുഴച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഭട്ടൂര നല്ല പൊങ്ങി വരത്തുള്ളൂ. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, നല്ലപോലെ പൊങ്ങുകയും ചെയ്യും. നമ്മുടെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് കുഴച്ചാൽ മതി. അതല്ല നിങ്ങൾ എണ്ണ ഇട്ട് പരത്തുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ടൈറ്റിന് കുഴയ്ക്കുക. അതുകൊണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. കുറച്ച് ലൂസിലാണെങ്കിൽ മാത്രമേ ഇത് നല്ല പൊങ്ങി നല്ലപോലെ വരത്തുള്ളൂ, സോഫ്റ്റായിട്ടിരിക്കും. നമ്മളിപ്പോൾ പൊറോട്ടയൊക്കെ തയ്യാറാക്കുമ്പോൾ കണ്ടില്ലേ, ലൂസിൽ മാവ് കുഴച്ചാൽ മാത്രമേ പൊറോട്ട സോഫ്റ്റായിട്ടിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഭട്ടൂര സോഫ്റ്റായിട്ടിരിക്കണമെങ്കിൽ കുറച്ച് ലൂസിൽ മാവ് കുഴക്കും. ഇത് കണ്ടോ, കയ്യിൽ നമ്മൾ എണ്ണ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടല്ലോ, എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് കുഴച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടി പിടിക്കത്തില്ല. കണ്ട, ഇത്രയും ലൂസിൽ വേണം മാവ് കുഴച്ച് വെക്കാൻ. കണ്ട, നല്ലപോലെ മാവ് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. എണ്ണ തൂത്ത് വെക്കാം, നല്ലപോലെ എണ്ണ തൂത്ത് പിടിപ്പിച്ച് വെക്കാം. ഇനി ഇത് നമുക്ക് 2 മണിക്കൂർ മാറ്റി വെക്കാം. തണുപ്പ് സ്ഥലത്താണെങ്കിൽ 4 മണിക്കൂർ വെക്കണം, എന്നെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അടച്ച് മാറ്റി വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. വേണ്ട, മാവൊക്കെ ലയഞ്ഞ് നല്ല ലൂസായി നല്ലോണം ഇരിക്കുന്നു. ഇനി നമുക്കിത് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടേ നമ്മളിത് ചെയ്യാവുള്ളൂ കേട്ടോ. അന്നേരം നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുക എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. വേണ്ട, 2 കയ്യിലും കൂടെ കുറച്ച് ഓയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കുറേശ്ശെ എടുത്ത് ഉരുട്ടിയെടുക്കുക. നല്ലപോലെ അമർത്തി ഉരുട്ടിയേണ്ട, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. കുറച്ച് എണ്ണ തൂത്താൽ മാത്രം മതി. നല്ലപോലെ ഒന്ന് അമർത്തി ഉരുട്ടണം, അന്നേരം പൊട്ടിപ്പോത്തില്ല. കുറച്ചുകൂടെ വലുപ്പത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ. നമുക്ക് എത്ര വലുപ്പം വേണോ അതനുസരിച്ച് തയ്യാറാക്കാം, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ചട്ടി അടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ആദ്യം നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ഫുള്ളിലിട്ട് എണ്ണയൊന്ന് തിളയ്ക്കണം കേട്ടോ. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിടും. നമ്മളെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്, ഒരു 11 എണ്ണം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ലാസ്റ്റ് വന്ന് ഇത് ഇച്ചിരി വലുതാട്ടോ. നമ്മൾ ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും നമുക്കത് തയ്യാറാക്കാം. ഇനി ഇത് ഓരോന്നെടുത്ത് നമുക്ക്, ഞാൻ പറഞ്ഞല്ലേ പൊടിയില്ലാതെ എണ്ണ തൊട്ടിട്ടാണിത് പരത്തിയെടുക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിനകത്ത് ഇച്ചിരി എണ്ണ നോക്കാം, ഇതിലൊട്ടി പിടിക്കത്തില്ല. ഈ ഓരോ ഉരുളയും എടുത്ത് ഈ എണ്ണയിലൊന്ന് മുക്കണം. അതുകൊണ്ട് ഈ ബൗളിനകത്ത് കുറച്ച് എണ്ണ വെച്ചേക്കുക. എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാം.
ഷേപ്പൊന്നും പ്രശ്നമല്ല കേട്ടോ. നമുക്ക് ഏത് ഷേപ്പ് വന്നാലും പ്രശ്നമൊന്നുമില്ല. ഏത് ഷേപ്പ് വേണേലും തയ്യാറാക്കാം. ഒരു മീഡിയം സൈസ് ആയിരിക്കണം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അതുകൊണ്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ചട്ടിയിൽ ഒരറ്റത്ത് എണ്ണ ചൂടാവുന്നുണ്ട് കേട്ടോ. ഇത്രയും തിക്നെസ്സിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. അതുകൊണ്ട് ഞാൻ എടുത്ത് കാണിക്കാം. ഇനി ഇത് ഇങ്ങനെ എടുക്കുക. ആണ് കണ്ട. അതുകൊണ്ട് ഇതുപോലൊരു ചെറിയ പീസ് പിച്ചി ഇട്ടിട്ട് പരിശോധിക്കുക. ഇങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് എണ്ണ ചൂടായെന്നുള്ളൂ. എണ്ണ ചൂടായെങ്കിൽ ഇത് പെട്ടെന്ന് പൊരിഞ്ഞ് പൊങ്ങിഞ്ഞ് വരും. താന്ന് കിടക്കുവാണെങ്കിൽ എണ്ണ ചൂടായില്ലെന്നുള്ളത്. വേണ്ടണ്ട. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതാ പൊങ്ങിയുണ്ടോ? ഇതാണ്ട് പൊങ്ങി വന്നുണ്ടോ? എണ്ണ ചൂടായില്ലെങ്കിൽ ഇത് താന്ന് തന്നെ ഇടാം. ഇനി ഇതിന് പോരി കളയാം. അതുകൊണ്ട് ഇത് ഇങ്ങനെ എണ്ണ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. ഇച്ചിരി എണ്ണ ഇങ്ങനെ അങ്ങോട്ട് തട്ടിക്കൊടുക്കുക. നല്ല പൊള്ളുന്നുണ്ടോ? നല്ല കുട പോലെ പൊള്ളി വരുന്നുണ്ടോ? ഇനി നമുക്ക് തിരിച്ചിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ഭട്ടൂര. കണ്ട ചട്ടി നിറഞ്ഞ്. ഇത് കണ്ടോ? നല്ല പപ്പടം പോലെ പുള്ളി കുട പോലെ. ഇനി നമുക്കിനി പോരാ കേട്ടോ. ഇതാണ്ട നല്ല സോഫ്റ്റായിട്ടും ക്രിസ്പി ആയിട്ടുമുള്ള നല്ല അടിപൊളി ഭട്ടൂര. ഇങ്ങനെ നമ്മൾ ലൂസായിട്ട് മാവ് കുഴച്ച് വെച്ച് എണ്ണ തൊട്ട് പരത്തി ചുട്ടാൽ നല്ല അടിപൊളി ഭട്ടൂര കിട്ടും. ഇത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ചന മസാലയുടെ കൂടെ. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഭട്ടൂര. ഇങ്ങനെ എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഭട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ എടുത്ത് മുറിച്ചാണ് ഈ പൊട്ടിച്ചാണ്. ഓക്കെ. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുണ്ട്. അതിൻ്റെ ഉള്ളൊക്കെ കണ്ടോ? നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നോക്കിയതാ നല്ല സോഫ്റ്റ് ആകണ്ടാവും. നമ്മൾ ചോലയുടെ കൂടെയും അതുപോലെ നമ്മുടെ ഈ ഉള്ളി ഉണ്ടല്ലോ, ഓണിയൻ, ഉള്ളിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അടിപൊളിയായി ഉള്ളിയുടെ കൂടെ ഇത് കഴിച്ചാൽ. ചോലയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ കടലക്കറിയുടെ കൂടെ. പിന്നെ ചോലയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണേണ്ടവർക്കെല്ലാം അത് കാണാം. പിന്നെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.